ഇന്നത്തെ ചിന്താധാരയനുസരിച്ച് മനുഷ്യൻ തന്റെ ദൗർഭാഗ്യത്തിനു കാരണം മറ്റുള്ളവരാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ കർമ്മസിദ്ധാന്തം ക്രിയാപ്രതിക്രിയാ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുന്ന നല്ലതും ചീത്തയുമായ സംഭവങ്ങൾക്ക് കാരണം എന്താണെന്നും സ്വന്തം ജീവിതത്തെ ശ്രേഷ്ഠവും നിർവിഘ്നമാക്കുന്നതിനും വേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നും സ്പഷ്ടമാക്കുന്നു. ഓരോ ക്രിയയ്ക്കും സമാനവും വിപരീതവുമായ പ്രതിക്രിയ ഉണ്ടാകുമെന്ന് ന്യൂട്ടന്റെ മൂന്നാം സിദ്ധാന്തം പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തു വിതയ്ക്കുന്നുവോ അതുതന്നെ കൊയ്യുമെന്ന് ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. ചീത്തയായ കർമ്മം ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ഒരു ദിവസം ആ കർമ്മം നമ്മുടെ മേൽ ദൂഷിത പ്രഭാവം ചെലുത്തും. ശ്രേഷ്ഠകർമ്മത്തിന്റെ പരിണാമം ശ്രേഷ്ഠവും ചീത്തയായ കർമ്മത്തിന്റെ പരിണാമം ചീത്തയുമായിരിക്കും. കർമ്മസിദ്ധാന്തത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിനു വേണ്ടി പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ജന്മത്തിലെ നല്ലതും ചീത്തയുമായ കർമ്മഫലങ്ങൾ തീർച്ചയായും അടുത്ത ജന്മത്തിലും നമ്മോടൊപ്പമുണ്ടാകും. വാസ്തവത്തിൽ നാം നേരിടുന്നതെന്തും നമ്മുടെ പൂർവജന്മങ്ങളിലെ കർമ്മഫലം തന്നെയാണ്. എന്നാൽ ക്രിയാപ്രതിക്രിയാ സിദ്ധാന്തം ബോധ്യമാകുന്നതിൽ കൂടി തന്റെ ദൗർഭാഗ്യത്തിനു കാരണം മറ്റുള്ളവരാണെന്ന് ആരോപിക്കുന്നതിനു പകരം ഉള്ളറിഞ്ഞ് സ്വയം തന്റെ തെറ്റുകളെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല രഹസ്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ചില വ്യക്തികൾ ജന്മനാ ധനികരും ആരോഗ്യവാന്മാരും അതേസമയം മറ്റു ചിലർ നിർധനരും രോഗികളുമായിരിക്കുന്നതെന്തുകൊണ്ട്? കർമ്മസിദ്ധാന്തത്തിന്റെ ജ്ഞാനം നമ്മുടെ പൂർവജന്മങ്ങളിലെ പാപകർമ്മത്തിന്റെ ഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുകയും ഭാവിയിൽ ശ്രേഷ്ഠകർമ്മം ചെയ്യുന്നതിനു വേണ്ട ശക്തമായ പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം തന്നെയായിരിക്കും നമുക്ക് ഭാവിയിൽ പ്രാപ്തമാവുക.